മേഖലയിലെ യുദ്ധഭീതി ഒഴിവാക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനുമായുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ അസീം മുനീർ ഇറാനിലെത്തി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മധ്യസ്ഥന്റെ റോളിലാണ് പാകിസ്ഥാന്റെ ഇടപെടൽ. പാകിസ്ഥാൻ നയതന്ത്ര സംഘത്തിന് പിന്നാലെ കരസേനാ മേധാവി തന്നെ നേരിട്ട് ഇറാനിലെത്തിയത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇറാനിയൻ സൈനിക നേതൃത്വവുമായും ഭരണത്തലവന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 ദിവസത്തിനുള്ളിൽ ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ച പശ്ചാത്തലത്തിലാണ് ഈ സന്ദർശനം. ചർച്ചകൾക്കുള്ള കൃത്യമായ രൂപരേഖ തയ്യാറാക്കാനും ഇറാനെ സമാധാന പാതയിലേക്ക് കൊണ്ടുവരാനുമാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം ആഗോള വ്യാപാരത്തെ ബാധിക്കുന്ന സാഹചര്യത്തിൽ സൈനികമായ പ്രകോപനങ്ങൾ ഒഴിവാക്കണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടും. ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അയൽരാജ്യം എന്ന നിലയിൽ പാകിസ്ഥാന്റെ വാക്കുകൾക്ക് ടെഹ്റാൻ വലിയ വില കൽപ്പിക്കുന്നുണ്ട്. വെടിനിർത്തൽ നിലനിൽക്കുന്ന ഈ സമയത്ത് തന്നെ ചർച്ചകൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് വലിയൊരു ആശ്വാസമാകും. ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുകയാണെങ്കിൽ ഉപരോധങ്ങൾ നീക്കാമെന്ന് അമേരിക്കയുടെ വാഗ്ദാനവും ചർച്ചകളിൽ പ്രധാന വിഷയമാകും. മേഖലയിലെ സമാധാന ചർച്ചകൾക്ക് പുതിയ വേഗത നൽകുന്നതാണ് ജനറൽ അസീം മുനീറിന്റെ ഈ സന്ദർശനം.